ഈ വേറെ ഏത് ചാനലിൽ നിന്നും അവരുടെ ആൾക്കാർ ആരെങ്കിലും വന്ന് ഇവിടെ കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കണമെന്ന് ഞാൻ പറയാറില്ല. കാരണം അത് എൻ്റെ ഇതിൽ വരുന്ന സമയത്ത് എനിക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കാം, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അത് ബാഡ് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിയാക്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാം. ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാവരോടും ലൈവിൽ വരുമ്പോൾ കൂടെ പറയുന്ന കാര്യം ബാഡ് മെസ്സേജോ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതിന് ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു പറയാൻ അറിയാം. അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ തിരിച്ചു പറയും. ഇവരുടെ രീതിയിലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അത് നമ്മുടെ ഇതിന് പറ്റിയ ഒരു ഇതല്ലാത്തതുകൊണ്ട് എൻ്റെ രീതിയിൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും, അല്ലേ? അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. അതായത് കൂടെ ഉണ്ടായിരുന്നു, അതായത് ഇപ്പോ അമലൻ, അതായത് അപ്പൂസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുന്ദരമായിട്ടിരിക്കുന്നു. നാട്ടിൽ പല സ്ഥലങ്ങളിലും മഴയൊക്കെ ഉണ്ട്, ഇവിടെയും ചെറിയ രീതിയിൽ മഴയുണ്ട്. പിന്നെ പനി എല്ലാവരെയും പകർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സൂക്ഷിച്ച് സേഫ് ആയിട്ടിരിക്കുക, ചുടുവെള്ളമൊക്കെ കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ പറയാ, ചില ആൾക്കാർക്ക് ഇതിപ്പോ എനിക്ക് വേണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യണ്ട, ഇത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല, പക്ഷെ ഞാൻ ഇത് എത്തിച്ചേ എനിക്ക് പറ്റുള്ളൂ, അതുകൊണ്ടാണ് എത്തിക്കുന്നത്. ഇത് നമ്മളെ സ്നേഹിക്കാത്ത ഒരുപാട് പേര്, നമ്മളെ നെഗറ്റീവ്സ് പറയുന്ന ഒരുപാട് പേർക്ക് ചിരിക്കാൻ നല്ലൊരു വീഡിയോ ആണ്. അതും എനിക്കറിയാം, പക്ഷെ അവര് പറയായിരിക്കും, അവര് ചിലപ്പോ പറയായിരിക്കും അങ്ങനെ തന്നെ ഇതൊക്കെയല്ലേ ആൾക്കാരെന്ന് പറയായിരിക്കും. അത് കുഴപ്പമില്ല. നമ്മള് എത്രയും പെട്ടെന്ന് ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി തന്നതില് ദൈവത്തിനോട് നന്ദി പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മുടെ അടുത്ത ഒരു വീഡിയോ. ഇതാരും നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട. എന്നെ എന്താ പറയാ, ഒരുപാട് പറഞ്ഞ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോസിന്റെയൊക്കെ വോയിസ് ഞാൻ ഇതിന്റെ ഇടയിൽ ഇടുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ വീഡിയോന്റെ അതായത് ഇതിന്റെ തുടക്കം കുറിച്ചത് എവിടെ നിന്നാണെന്ന് എനിക്ക് പറയണമല്ലോ. അപ്പോൾ തുടക്കം കുറിച്ചത് എവിടെ നിന്നാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിലോട്ട് എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് പേഴ്സണലായിട്ട് എന്നെ ചാറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്പർ കണ്ടിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ടല്ല, ഇപ്പൊ നിറയെ പേരുണ്ട്. ആ ഒരു നിറയെ പേരിലല്ലാതെ ഉള്ള ഒരു 3-4 പേരുണ്ട്. അപ്പോൾ അവരുടെ ലിസ്റ്റാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പേഴ്സണൽ ചാറ്റിലോട്ട് കടന്നു വന്നത് ഈ സന്തോഷ് എന്ന വ്യക്തി, പിന്നെ സിനി ഡേവിഡ്, ഡേസിയൊക്കെ എന്നെ ഒരു ദിവസം ഇങ്ങനെ കോൾ ചെയ്യായിരുന്നു കേട്ടോ. പെട്ടെന്ന് നമ്മുടെ യൂട്യൂബിൽ നമ്പർ കണ്ട് കോൾ ചെയ്ത് സംസാരിച്ചു. ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4-5 പേർക്ക് വേണ്ടി ഞാൻ അങ്ങനെ, എനിക്ക് എപ്പോഴും ഈ ചാറ്റിങ് ചെയ്യുന്ന സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യം, ഞാൻ മൊബൈൽ അത്രത്തോളം ആക്റ്റീവ് ആവത്തില്ല. അതായത് നമ്മുടെ അറിയാലോ, വീഡിയോസ് എടുക്കണം, നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് ഓരോ ജോലികളുണ്ട്, നമ്മുടേതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാട് ആക്റ്റീവ് ആവാനൊന്നും പറ്റത്തില്ല. പൊതുവേ ഞാൻ വാട്സപ്പിൽ അത്ര ആക്റ്റീവ് ഉള്ള ആളല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3-4 പേര് കൂടെ നമുക്ക് പേഴ്സണൽ ചാറ്റിങ് ഇങ്ങനെ നമ്പർ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു 3-4 പേര്, നിങ്ങൾ വിചാരിക്കുന്ന അത്രയും പേരൊന്നുമില്ല. ഞാനത് ആ ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 3-4 മാസം, അത്രയൊക്കെ ഇല്ലടി, 3-4 മാസമല്ലായിട്ടുള്ളൂ, 3-4 മാസമായിട്ടുള്ളൂ. അപ്പോ എന്താ പറയാ, അതായത് ഞാൻ എന്തിനാ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇനി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആ ഗ്രൂപ്പിലോട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. ഞാനും എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ എത്തി നോക്കാറുണ്ട്, മാക്സിമം ക്ലിയർ ചാറ്റ് അടിക്കും. കാരണം അവിടെ പോകുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവും, നമുക്കതൊന്നും നോക്കാനോ കേൾക്കാനോ ഒന്നും സമയമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്താ, നമുക്ക് നമ്മുടേതായിട്ട് ജോലിയുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഡെയിലി ഞാൻ ഗുഡ് മോർണിംഗ് എവരി വൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ അവിടെ ഇടും. പിന്നെ ഇടയ്ക്ക് നോക്കും, അതിലുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ഈ ഗ്രൂപ്പ്. ഒരു 4-5 പേര് 7 പേര് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 2 പേര് 3 പേരെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ഇതും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അവരുടെ കാര്യം അവരുടെ വർക്കുകളുള്ള ആൾക്കാരാണ്. എപ്പോഴും ചാറ്റ് ചെയ്ത് 24 hours ഇരിക്കാനൊന്നും സമയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം ആക്റ്റീവ് ആകാത്ത ആൾക്കാരാണ്. അല്ലാതെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സിനി ഡേവിഡ്, സന്തോഷ്, ഡേസി എന്ന് പറഞ്ഞ ആൾക്കാർ. അങ്ങനെ അവരതില് ചാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്രൂപ്പ്. അത്യാവശ്യം ഇതായിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ഞാൻ ആ ഗ്രൂപ്പിന്റെ പേര് കൂടി മൈ ഫാമിലി എന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ശരി, അവരങ്ങ് ചാറ്റ് ചെയ്തോട്ടെ. പക്ഷെ ഞാൻ ഒരു തെറ്റ് അവിടെ ചെയ്തില്ല. അത് നല്ലതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്താണെന്നറിയോ, ഒരുപാട് പേര് പേഴ്സണൽ നമ്പറിൽ എന്നെ ചാറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. നമ്മുടെ നമ്പർ കണ്ടിട്ട് എടുത്തിട്ട് ഇവരിൽ ഞാൻ പലരെയും നമ്മുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് വേണ്ടാന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരാൾക്ക് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേണ്ട പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പലരുമായിട്ട് ഞാൻ പേഴ്സണൽ ചാറ്റ് നടത്താറുണ്ട്. പക്ഷെ ഇവരൊന്നും ഗ്രൂപ്പിലോട്ട് എടുത്തിട്ടില്ല. അത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു.
ഇങ്ങോട്ടും. അല്ലെങ്കിൽ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്താപം, മനസ്സിന് വേദന, കഷ്ടം എല്ലാം അനുഭവിക്കേണ്ടി വന്ന തന്നെ. അപ്പോൾ അത് നല്ലൊരു കാര്യമായി എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നിങ്ങളെ വലിച്ചു നീട്ടിപ്പിക്കുന്നില്ല. കാരണം ഈ സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തി ഒന്നുമില്ല, ഒരു നിസ്സാര കാര്യത്തിന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും പരസ്പരം അങ്ങോട്ട് സംസാരിച്ച് ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു 3-4 ദിവസമായിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു ഗ്രൂപ്പിൽ. അതായത് പോകും, മെസ്സേജ് ഗുഡ് മോർണിംഗ് അയക്കും, നോക്കും, വരും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അതായത് ഈ ബുധനാഴ്ച, മേ ബി ബുധനാഴ്ച തന്നെ തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ബുധനാഴ്ച തോന്നുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇങ്ങനെ, അതായത് നമ്മുടെ ഗ്രൂപ്പിൽ മിനി ചേച്ചി ഉണ്ടായിരുന്നു, അതായത് മിനി ജോയ്, ഓക്കെ, മിനി ചേച്ചി ഉണ്ടായിരുന്നു. മിനി ചേച്ചിക്ക് അതിൽ എന്തോ ഒരു അതായത് ഈ സന്തോഷം എന്ന വ്യക്തി എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എല്ലാവരും ഒരേപോലെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ ആരെയും വേർതിരിച്ച് കാണുന്നില്ല. പക്ഷെ ദിയ വന്നിട്ട് മിനി ചേച്ചിയാണ് എൻ്റെ ചേച്ചി, മിനി ചേച്ചിയാണ് വന്നിട്ട് കുറച്ച് ഞാൻ കൂടുതൽ കാണിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായ വ്യത്യാസമാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ ഇതില് ഇവര് നമ്പർ സേവ് ചെയ്യണം, നമ്മൾ കോണ്ടാക്ട് നമ്പർ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്ന സമയത്ത് അതില് ഒരാളുടെ ചേച്ചിനും ഒരാളുടെ ഓരോരുത്തരുടെ പേരും അങ്ങനെ കിട്ടതുകൊണ്ട് അതെന്തോ ഒരു ചേച്ചി ചോദിക്കാൻ ഇടയുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവേണ്ടത്, അതുകൊണ്ടാണ് ഫസ്റ്റ് തൊട്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമാണ് ആ ഗ്രൂപ്പിൽ ചെറുതായിട്ട് നടന്നത്. അങ്ങനെ നടന്ന സമയത്ത് ചേച്ചി പറഞ്ഞു എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് മിനിച്ചേച്ചി പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാതെ എന്താ പറയുക, ഈ സിനി, ഡേവിഡ്, അല്ലാതെ ഡേസി, പിന്നെ സന്തോഷ്, ഇവരൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട്. അപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ അഡ്മിൻ ആണല്ലോ, അപ്പം ഞാൻ പെട്ടെന്ന് പോകുന്നു ആ ഗ്രൂപ്പിൽ. ആ ഒരു ഞാൻ എല്ലാം നോക്കാറില്ല, പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അവിടെ കാണുന്നു. അപ്പം ഞാൻ എന്താ ചോദിച്ചു, അതായത് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ലെഫ്റ്റ് അടിച്ച് പോവുകയാണ്, അതായത് മിനി ചേച്ചി ലെഫ്റ്റ് അടിച്ച് പോയ സമയത്ത് എനിക്കൊന്നും എന്താടാ അത് ലെഫ്റ്റ് അടിച്ച് പോയി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി സംഭവം, കാര്യം എന്തോ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടുന്ന് മേലെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അവിടെ ചേച്ചി വന്നിട്ട് ഈ ഡേസി എന്ന ആൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ചേച്ചി അവിടെ വീണ്ടും അവിടെ ഒരാൾ കൊണ്ടിട്ടിട്ട് ആ മെസ്സേജ് അവിടെ കാണുന്നുണ്ടായിരുന്നു. ഇതിപ്പോ പേഴ്സണലായിട്ട് മെസ്സേജ് ഇവർ ചോദിക്കുന്നുണ്ട്, പേഴ്സണൽ ചാറ്റ് ചെയ്തതില്ല. ഇവര് പരസ്പരം ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് പേഴ്സണൽ മെസ്സേജുകൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ 3-4 പേര്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരാളുടെ പേഴ്സണൽ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ തെറ്റോ അല്ലെങ്കിൽ ലോകം ഇടിഞ്ഞൊന്നും വീണില്ല. ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറച്ച് വാക്കുവാദങ്ങളൊക്കെ വന്നു. അങ്ങനെ വന്ന സമയത്ത് ലെഫ്റ്റ് അടിച്ച് പോയല്ലോ, ചേച്ചി ലെഫ്റ്റ് അടിച്ച് പോയപ്പോൾ ഞാനാണ് ഗ്രൂപ്പിൽ അഡ്മിൻ അല്ലേ. അപ്പോൾ എനിക്കിത് എന്താണ്, ഒരാളെ ഗ്രൂപ്പിൽ നിന്ന് പോയ സമയത്ത് അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ആരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കാര്യം അവിടെ പോയി തിരക്കി, കാര്യം ഇതിൽ നോക്കി. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി, ഒന്നുമില്ല, നിസ്സാര കാര്യത്തിലാണ്. അപ്പൊ അതിനെ ഇവര് ഭയങ്കര കളിയാക്കല്, അങ്ങനെ ഇങ്ങനെ ഒരുമാതിരി കുത്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംസാരങ്ങള് അങ്ങനെയൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതങ്ങ് ഇതായി പോയി. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ അങ്ങ് ഇട്ട് കൊടുത്തു. ആ ഒരു സ്റ്റിക്കർ ഇട്ടിട്ട് ഒരു വോയിസും ഞാൻ ഇട്ട് കൊടുത്തു. കാരണം അതിൽ ഒരുപാട് പേര് ആ ഒരു ഇത് കണ്ട സമയത്ത് അതിലൊരു സ്റ്റിക്കർ ഇട്ടതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ചാട്ട് നടന്നതെന്ന് വിചാരിച്ചിട്ടോ, ലെഫ്റ്റ് അടിച്ച് പോയതെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണോ ഇങ്ങനെ മിനിച്ചേച്ചി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയത്, നിങ്ങളൊക്കെ എന്തെങ്കിലും ചിരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര സന്തോഷമാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആ ഒരു 2-3 മെസ്സേജ് ഞാൻ അവിടെ അയച്ചിട്ടുള്ളൂ. പിന്നെ അത് ഗ്രൂപ്പ് അഡ്മിനായ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനത് അവിടെ തീർത്ത്. പിന്നെ ഞാൻ ആ ഗ്രൂപ്പിലോട്ട് കയറുന്നത്, പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു, നമ്മുടേതായിട്ടുള്ള വീഡിയോസുകൾ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് ഞാൻ പോലും എല്ലാ അവസ്ഥ മെസ്സേജ് കയറുന്നത് ലൈവ് എല്ലാം പോയതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്ന് അറിഞ്ഞുകൂടാ. രേണു ആണ് ആ ഗ്രൂപ്പിലോട്ട് പോയി നോക്കുന്നത്, ഇത്രയും മെസ്സേജ് വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞു രേണു. അപ്പൊ ഞാൻ ആണോടി എന്താണെന്ന് നോക്കിയപ്പോൾ അവളിങ്ങനെ വോയിസ് കേട്ട സമയത്താണ് ഇങ്ങനെ ഓരോരോ വോയിസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അതാക്കണ്ട, ചുരുക്കി പറയാം, അതല്ലേ നല്ലത്. അങ്ങനെ ഒരു 10-100 മെസ്സേജിന്റെ അടുത്ത് മെസ്സേജുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ ചാർട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ലെഫ്റ്റ് അടിച്ച് പോയാൽ ഒരു ഇതില്ലാതെ പോയി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഒരു മെസ്സേജ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി കുറച്ചൊക്കെ ഇതാക്കി, അവിടെ കുറച്ച് കേട്ടു. ഞാൻ ഫുള്ളാ കേൾക്കാൻ നിന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് അന്ന് എന്താ പറയാ വീഡിയോ എടുത്തോണ്ട് എനിക്ക് നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലൈവ് ഡെയിലി വരുന്നു, അതുകൊണ്ട് ഞാൻ ലൈവിന്റെ സമയത്ത് ലൈവ് ഒന്നും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതായ സമയത്തുണ്ട് എന്താ പറയാ, അന്ന് രാത്രി, അതായത് ഈ ബുധനാഴ്ച രാവിലെ ഈ പ്രശ്നങ്ങൾ, ചൊവ്വാഴ്ച രാത്രി തൊട്ട് ഈ പ്രശ്നം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ വീണ്ടും കണ്ണു ചൊറിയുന്നു,
ബുധനാഴ്ച രാവിലെ വീണ്ടും ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം വരെ ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ട് ആരോടും പറയാതെ അങ്ങനെ പോയി. അതൊന്നും ആരോടും പറയണം എന്നുള്ളൊരു ആവശ്യമില്ല. ഒരാൾക്ക് ഗ്രൂപ്പിൽ എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ആരായാലും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകേണ്ട ഇത് അവർക്ക് ഉണ്ട് അല്ലേ. അങ്ങനെയാണ് അവർ പോയത്. അപ്പോൾ അതൊന്നും ആർക്കും അങ്ങോട്ട് പറയാൻ പാടില്ല, പോകാൻ പാടില്ല, ഞങ്ങളോട് ആരോടും പറയാതെ പറയില്ല, ആരുടെയും ഒന്നുമല്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെ പോയി ഇതൊക്കെ ഇതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മെസ്സേജുകൾ ഒരുപാട് ഇങ്ങനെ അതിൽ വന്നു കിടക്കുന്നുണ്ട്. എഴുതിയിട്ടും വോയിസ് ഓവറും അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നു കിടക്കുന്നു. ആ മെസ്സേജൊക്കെ വന്ന് ഇതായ ശേഷം ഞാൻ അന്ന് രാത്രി അപ്പോൾ എല്ലാ മെസ്സേജും ഞാൻ മാക്സിമം അത്യാവശ്യം മെസ്സേജ് അതിനുശേഷമുള്ള മെസ്സേജുകളൊക്കെ ഞാൻ അത്യാവശ്യം കേട്ടിട്ട് ഞാൻ ഇതിനൊന്നും ഒരു റിപ്ലൈയും പറഞ്ഞില്ല. രാവിലെ ഞാൻ പറഞ്ഞ ആ റിപ്ലൈ അല്ലാതെ പിന്നീട് ഞാൻ അവർക്ക് ഒരു റിപ്ലൈ ഒന്നും കൊടുക്കാനേ പോയിട്ടില്ല. അന്ന് വൈകുന്നേരത്തോടു കൂടി ഞാൻ ആ ഒരു ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. കാരണം വെറുതെ നമുക്ക് ഇതാവണല്ലോ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും പറയാൻ പോയില്ല. ഗ്രൂപ്പിൽ നിന്ന് പോയതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഗ്രൂപ്പ് അഡ്മിൻ ആയതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴത്തേക്കും ഞാൻ ലൈവിൽ വന്നു. ആ ലൈവിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ദിവസം ഞാൻ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പറഞ്ഞതിന് ശേഷവും ഞാൻ അന്ന് അതായത് നമ്മുടെ ഗ്രൂപ്പിലോട്ട് കയറി ഞാൻ മാക്സിമം 11:30-12 മണിയൊന്നും ഞാൻ വാട്സാപ്പിൽ ഉണ്ടാവാത്ത ഒരാളാണ്. അന്ന് ഞാൻ പക്ഷേ വാട്സാപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇരിക്കാൻ കാരണം വേറൊരു കാര്യം, നമ്മുടെ മൊബൈലിൽ അന്നത്തെ ദിവസം സ്റ്റോറേജ് ഫുള്ളായിട്ട് എനിക്ക് പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്യണം. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ കസിൻ ബ്രദറടുത്ത് ചോദിച്ച് സംസാരിച്ച് അതിങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേണു ഇപ്പുറത്തിരുന്ന് കോപ്പി ചെയ്യുന്നു, ഞാൻ അവിടെ സംസാരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ മെസ്സേജുകൾ രാത്രി 11:30, 26 വരെ ഈ മെസ്സേജുകൾ ഇങ്ങനെ ഓരോരുത്തരും അതും ഇതും ഇട്ടിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഇത് പോയ സമയത്ത് രാവിലെ ഫുള്ള് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞാൽ ഇതേ തുടരും അവിടെ. അപ്പോൾ അത് വേണ്ടെന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, അഡ്മിൻ ഓൺലൈനാക്കി. അപ്പോൾ അവർക്കായിരിക്കും അവിടെ മെസ്സേജ് ഇടാൻ പറ്റില്ല. പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ എനിക്കവിടെ എന്ത് വേണമെങ്കിലും മെസ്സേജ് ഇടാം അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് അഡ്മിൻ ഓൺലൈനാക്കി. ഇതാണ് ഞാൻ അവിടെ ചെയ്ത തെറ്റ്. കാരണം ഇത് ശരിയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഡിലീറ്റ് ഇല്ല. കാരണം ഈ ഗ്രൂപ്പ് അഡ്മിൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. ഒരാള് വേണ്ടെന്ന് കരുതിയിട്ടാണല്ലോ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലൈൻ ആക്കുന്നത് അല്ലെ. അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്കത് ഒരു പ്രൂഫായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്യാതെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലൈൻ ആക്കി. അപ്പോൾ പിറ്റേ ദിവസം അവിടെ ചർച്ചാ വിഷയം നടക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം ഇതേപോലെ ഈ സിനിയുടെയോടെ എനിക്ക് പേഴ്സണലായിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ കഴിച്ചു. ഒന്നും അറിഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. രാമനാരായണ എന്നൊരു ഇതിൽ മെസ്സേജ് അയച്ചു. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും നോക്കിയില്ല. ഞാൻ അതപ്പം തന്നെ ഡിലീറ്റ്. കാരണം ഈ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലൈൻ ആക്കിയ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഈ ഒരു 3-4 പേരുടെ നമ്പർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. കാരണം നമുക്ക് നാളെ മേലെ എന്തെങ്കിലും ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ഫുള്ള് നമ്പർ ഡിലീറ്റ് ചെയ്തു. ഞാൻ അങ്ങനെയാണ്. ഒരാളെ പിടിക്കില്ലെങ്കിൽ ഞാൻ അവിടെ ആ ഭാഗത്തേക്ക് ബ്ലോക്ക് എന്ന പരിപാടിയല്ല, ഡിലീറ്റ് ആണ്. ഫുൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ചെയ്തു. അന്ന് രാത്രി ഗ്രൂപ്പ് അഡ്മിൻ ഓൺലൈൻ ആക്കി. അന്ന് രാത്രി തന്നെ ഇവരുടെ നമ്പറെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ പോകുന്നു. പിറ്റേ ദിവസം ഈ സിനിയുടെ ഗുഡ് മോർണിംഗ് അയക്കുന്നു. ഞാനും വിചാരിച്ചു അതൊക്കെ ആക്കിയിട്ട് പിന്നെ എന്തിനാണ് ഗുഡ് മോർണിംഗ് അയക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു, രാവിലെ ഓപ്പൺ പോലും ചെയ്തില്ല മെസ്സേജ്. ഞാൻ അങ്ങനെ തന്നെ വീണ്ടും ഡിലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മിനിഞ്ഞാന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈവിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ സ്പാനർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പഴയ ആൾക്കാരായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്പാനർ കൊടുക്കുന്നത്, അതായത് ഞാൻ ഒരുപാട് ലൈവിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ വ്യക്തമായ കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്പാനർ എന്നൊരു ഓപ്ഷൻ, മോഡറേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരു 4-5 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊടുത്തതൊക്കെ ഞാൻ അന്നത്തെ ദിവസം തലേ ദിവസം അവർ ലൈവ് വന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ ഞാൻ എടുത്തു. കൊടുത്ത ആൾക്കാർ വന്ന സമയത്ത് വന്നവരുടെയൊക്കെ ഞാൻ എടുത്തു മാറ്റി. പിന്നെ വന്നിട്ട് ഈ സന്തോഷ് എന്ന ആളുടെ മോഡറേറ്റർ എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ലൈവിൽ വന്നില്ലെങ്കിലും നമുക്കത് റിമൂവ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അയാൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇങ്ങനെ വന്നിട്ട് എന്താണ്, സന്തോഷ് ഏട്ടാ, അയാളെ ഇനി ഏട്ട എന്ന് വിളിക്കുന്നില്ല. ഇങ്ങനെ ഞാനത് പറഞ്ഞ വോയിസ് ഞാൻ അതിൽ ആ സന്തോഷ് എന്ന വ്യക്തിക്ക് ഗ്രൂപ്പിൽ അവരുടെ പേഴ്സണലായിട്ട് ഞാൻ അയാൾക്ക് ഇട്ട മെസ്സേജ്, ഫസ്റ്റ് ഇട്ടൊരു മെസ്സേജും ഇയാളൊരു 3 വോയിസ് എനിക്ക് ഇട്ടിട്ടുണ്ട്. ആ വോയിസും അതിൻ്റെ താഴെ ഞാൻ അയാൾക്ക് അതിന് പറഞ്ഞ ഒരു ഇതും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ടോ. ഞാൻ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഈ എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇയാൾക്ക് ഞാൻ മെസ്സേജ് കിട്ടുകയാണ്. ഞാൻ ഇട്ട മെസ്സേജ് ഇതാണ്, സന്തോഷ് ഏട്ടാ ഈ മെസ്സേജ് കാണുമ്പോൾ എനിക്കൊന്ന് റിപ്ലൈ തരണം എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് ഞാൻ അതിൽ ഇട്ടിരിക്കുന്നത്. അതിന് വേറെ എന്തെങ്കിലും ചേർത്തുന്നല്ല, ആ മെസ്സേജ് അതിൻ്റെ കൂടെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു മെസ്സേജാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്.
അത് ഇട്ടിട്ട് കുറേ കഴിഞ്ഞ് 11 സംതിങ്ങിനാണ് ഞാൻ മെസ്സേജ് ഇടുന്നത്. 11 സംതിങ് കഴിഞ്ഞിട്ട് അയാൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ ഒരു ചർച്ചാ വിഷയം ചെയ്തിട്ട് വീണ്ടും വരുന്നു. വീണ്ടും വന്നിട്ട് അയാൾ ഇട്ട 3 മെസ്സേജാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു 3 മെസ്സേജ് നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം എന്താ പറയുക, ഇതിലെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് ഇത്രയും ഇയാൾ പറഞ്ഞിട്ട് ഞാൻ അയാളെ ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ, അയാളും നമ്മളും തമ്മിൽ പിന്നെ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല അല്ലെ. അയാളുടെ സംസ്കാര രീതി, അയാളുടെ എന്താ പറയുക, ആ ഒരു രീതിയാണ് അയാളെ കാണിച്ചിരിക്കുന്നത്. ഈ മിനി എന്ന് പറഞ്ഞ ചേച്ചിയും എന്നെയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? സന്തോഷേട്ടാ, ഈ മെസ്സേജ് കാണുമ്പോൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, ഇതാര്? എൻ്റെ ഇൻബോക്സിലേക്കുള്ള വഴിയൊക്കെ അറിയുമോ? അത് ശരി, ഞാനോർത്ത് സ്തോത്രമിനിയുടെ ഇൻബോക്സിലേക്കുള്ള വഴി മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ഇൻബോക്സിലേക്കുള്ള വഴിയൊക്കെ അറിയാം അല്ലേ? അതിനുള്ള സമയം അല്പം താമസിച്ചു കേട്ടോ. ചാനൽ അങ്ങോട്ട് ഇന്ന ഒരു ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞ് അമല് ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പരിചയപ്പെടുത്തി. പലരും വന്ന കൂട്ടത്തിൽ ഞാനും വന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെനിങ്ങാന്ന് വരെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മെനിങ്ങാന്നത്തെ ലൈവോട് കൂടെ എനിക്ക് വയറ് നിറഞ്ഞു. എനിക്ക് കഴുകാതെ ഇങ്ങ് തന്നു, അതുകൊണ്ട് എനിക്ക് വയറ് നിറഞ്ഞു കേട്ടോ. മനസ്സിലായില്ലേ? രശ്മി ഒരു കമൻറ്റ് ഇട്ട അവിടെ, കമൻറ്റ് എന്താ ലൈവ് ബോറാകുന്നു എന്ന്. ആ കമൻറ്റും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ലൈക്കും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കയറി വരുന്നത്. ഹായ് ദിയ, അല്ലെങ്കിൽ ഹായ് കൂട്ടുകാരെ എന്നും പറഞ്ഞ് കയറി വന്നപ്പോഴത്തേന് ആദ്യം ഞാൻ കാണുന്ന കമൻറ്റ് ഇതാ. രശ്മി ആകപ്പാടെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഇത് എന്താ ചാനൽ, അമലിൻ്റെ ചാനലും പിന്നെ വേറൊരു കൊച്ചിൻ്റെ ചാനലും എന്ന് പറഞ്ഞിട്ട് ഇതായിരിക്കും സ്കിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രശ്മിയെ എന്ന് വിളിച്ച് ഞാനൊന്ന് ചിരിച്ചു. അപ്പോൾ ഉടനെ രശ്മിയും എന്നും പറഞ്ഞ് ചിരിച്ചു. ഉടനെ നീ എന്താ പറഞ്ഞേ, എൻ്റെ ലൈവ് ബോറാന്ന് പറഞ്ഞവന് സപ്പോർട്ട് ചെയ്ത് സന്തോഷം ചിരിക്കുമെന്ന്. അന്നേരം ഞാൻ അറിയുന്ന അവിടെ ബോറാന്ന് ലൈവ് ബോറാന്ന് അവിടെ ആരോ പറഞ്ഞെന്നുള്ളത് പോലും, അതാരാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞാൻ വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ എൻ്റെ തൊട്ട് താഴെ ഈ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്കെല്ലാം മനസ്സിലായി, എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, ഇനിയൊന്നും പറയണ്ടെന്ന്. അപ്പോൾ ഒന്നും പറയാൻ പാടില്ല. നിൻ്റെയൊക്കെ ഭാഗത്തുള്ള തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കാനോ വിമർശിക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാനോ പാടില്ല. അത് തന്നെ അല്ലയോ മിനിയും പറഞ്ഞത്. ഡെയ്സി ചേച്ചിയുടെ ഗ്രൂപ്പിൽ വന്ന് മിനി പറഞ്ഞു എന്തുവാ, മിനിക്കുട്ടി ഡെയ്സിക്കുട്ടി ഒന്നും പറയണ്ട, എനിക്കറിയാം നിങ്ങളെല്ലാം കൂടി എന്നെ ഒറ്റയാക്കുമെന്ന് എനിക്കറിയാവുന്നു എന്നും പറഞ്ഞു വെച്ചാൽ പോക്കറി തന്നെ പറഞ്ഞു വെച്ചാൽ ഇറങ്ങിപ്പോയി. അത് തുടക്കം വിട്ടത് അവൾ തന്നെയല്ലേ, മിനി തന്നെയല്ലേ തുടക്കം വിട്ടത്. അവിടെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ട് പറഞ്ഞു ഇനി ഇവിടെ ആദ്യമായിട്ട് കമൻറ്റ് എഴുതുന്ന ആരോ അവർ ഡോങ്കി എന്ന് പറഞ്ഞ് തമാശയ്ക്ക് ഒരു സ്റ്റിക്കർ ഇട്ടപ്പോഴത്തേന് മിനി എന്തോ വന്ന് പറഞ്ഞ് ഞാനല്ല അവിടെ ഇട്ടത് ആദ്യം, എൻ്റെ കമൻ്റ് അല്ല ആദ്യം വന്നത്, അത് പിന്നെ നെറ്റ് സ്ലോ ആയിരുന്നു, പെട്ടെന്ന് നെറ്റ് വന്നപ്പോഴത്തേന് ആ കമൻറ്റ് അവിടെ വന്ന് വീണ് പോയതാണ്, ഞാനല്ല ഇട്ടതെന്ന് 3 പേര് സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചു. അല്ല ചേച്ചിയുടെ കമൻറ്റ് ആദ്യം അവിടെ വന്നത്, അതുകൊണ്ട് അത് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേന് അത് അംഗീകരിച്ചില്ല, അത് അവൾക്ക് കൊണ്ടില്ല, അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്തുവാ, ഞാൻ പേര് സേവ് ചെയ്ത് സന്തോഷ് പേര് സേവ് ചെയ്തേക്കുന്ന ഒരാളുടെ ചേച്ചിന്നും പിന്നെ എൻ്റെത് മിനി ജോയിയാണ്. ഞാൻ എന്നെ മിനി സന്തോഷം എന്ന് സേവ് ചെയ്യണമായിരുന്നോ ഞാൻ എൻ്റെ ഫോണിൽ? അവളെൻ്റെ പൊണ്ടാട്ടിയാണോ ഞാൻ അവളുടെ പേര് ഞാൻ സേവ് ചെയ്യാൻ, പേര് തന്നെ എഴുതി സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സേവ് ചെയ്യാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. അവളുടെ പേര് മിനി ജോയി എന്നാൽ ഞാൻ അങ്ങനെ തന്നെ സേവ് ചെയ്തത്. അതിപ്പോൾ എന്നാ കുഴപ്പം? പിന്നെ ചിലപ്പം വേറെയുള്ളവരുടെ ഒരു പേരല്ല അവളുടെ പേര് തന്നെ, ഞാൻ ചിലപ്പോൾ ഒരു ഫ്ലവർ മാത്രമായിരിക്കും ഞാൻ ഇട്ട് വെക്കുന്നത്. അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഫോണിൽ ആരുടെ പേര് എങ്ങനെ സേവ് ചെയ്യണമെന്നുള്ളത്. അത് അവൾ പറയേണ്ട കാര്യമില്ല. അതും അവൾക്ക് കൊണ്ടില്ല, അവൾക്ക് പിടിച്ചില്ല. അത് കഴിഞ്ഞ എന്തോ നീ എന്തോ എന്ന് പറഞ്ഞത് പിറ്റേന്ന് വന്നിട്ട് അയ്യോ ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ഒരു താടിക്കൊരു മറ്റേ കൈ കൊടുത്ത ഒരു ഇതും കാണിച്ചു. നീ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, എന്തോ ഇവിടെ സംഭവിച്ചു എനിക്ക് അറിയത്തില്ലെന്ന്. അത് കഴിഞ്ഞ് പറയും നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ മിനി ചേച്ചി എന്തോ പറഞ്ഞേ എൻ്റെ മിനി ചേച്ചി ഞങ്ങളെല്ലാം കൂടെ പൊരിച്ച് തിന്നുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ ഇവിടെ എന്തിനാ വലിച്ചു കെട്ടി ഇറങ്ങി പോയത് ഗ്രൂപ്പിൽ നിന്ന്? അതിന് വേണ്ടി എന്ത് സംഭവം അവിടെ ഉണ്ടായത്? അത് കഴിഞ്ഞാൽ അടുത്തൊരു കമൻറ്റ് അവിടെ എഴുതിയപ്പോഴത്തേനും പറയുക അയ്യോ എൻ്റെ മിനിച്ചേച്ചി പോയതിന് നിങ്ങളെല്ലാവരും കൂടെ സന്തോഷിക്കുവാണോ, ഡാൻസ് കളിക്കുവാണോ? അത് എന്തിനാ ഡാൻസ് ചെയ്തത്, അതിനെന്തുവാ അവിടെ എഴുതിയോ എന്നുള്ളത് ആദ്യം നോക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. തെക്കോ വടക്കോ നോക്കുന്നില്ല, വായു വരുന്നത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് ഓർമ്മയുണ്ടോ നിൻ്റെ ലൈവ് തുടങ്ങിയ സമയം, നിൻ്റെ ചാനൽ തുടങ്ങിയ സമയം നിനക്ക് എത്ര പേരുണ്ടായിരുന്നു? ഇപ്പോഴല്ലേ നിനക്ക് 7.6K ആയത്. അതിന് മുമ്പ് നിനക്ക് എത്ര പേരുണ്ടായിരുന്നു നിൻ്റെ സപ്പോർട്ടീവായിട്ട് നിനക്ക് നിൽക്കാൻ? നിനക്ക് ലൈവ് തുടങ്ങുമ്പോൾ എത്ര പേര്? 10 പേര് തീർച്ചയുണ്ടായിരുന്നു നിൻ്റെ ലൈവിൽ. നീ വന്ന് ഗ്രൂപ്പിൽ പറയുമായിരുന്നല്ലോ ലൈവ് തുടങ്ങാൻ പോവാ, ഓക്കെ ഞങ്ങൾ വരുവാന്ന് പറഞ്ഞ് വന്നാൽ ഈ ഉള്ളവരും കൊണ്ട് പാട്ടും പാടിയിരുന്ന നീയല്ലേ. നിനക്കിപ്പോൾ 7.6K ആയി കഴിഞ്ഞപ്പോഴത്തേന് നീ ഏതാണ്ട് രാജ്ഞിയായല്ലേ. നിനക്ക് പിന്നെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോൾ നിനക്ക് കണ്ണു കാണുന്നില്ല, പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കാൻ സമയമില്ല അല്ലേ.
ഗ്രൂപ്പിൽ ആരും തെറി വിളിക്കരുത്. ഹാൻസിക്കും മറ്റവർക്കുമാരും എതിരായിട്ട് വന്നു രണ്ട് തെറിയും വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ നീ എന്തോ പറഞ്ഞേ? ഗ്രൂപ്പിൽ ആരും തെറി വിളിക്കരുത് കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. തന്നെ എൻ്റെ വീട്ടുകാർ കാണുന്നു, എൻ്റെ മക്കൾ കാണുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കാണുന്നു. ഇതെല്ലാം പറഞ്ഞ ഉടനെ കഴിവറുടെ മോളെ നീ എൻ്റെ ചാനലിൽ വന്ന് പറയുന്നു ഇറങ്ങി പോടിയെന്ന്. ഇത് തെറിയല്ലായിരുന്നു അല്ലേ? നിനക്ക് അറിയത്തില്ലായിരുന്നു? നീ ഇള്ളാക്കുഞ്ഞാണല്ലോ, അത് നിനക്ക് അറിയത്തില്ലായിരുന്നു അല്ലേ? നീ കുട്ടി നിക്കർ വിട്ടുകൊണ്ട് ഒരു ഷോട്ട് കാണിച്ചല്ലോ, ഒരു ഷോട്ട് കുട്ടി നിക്കർ വിട്ടുകൊണ്ട് കുണ്ടിയും കുലിക്കും ഒരെണ്ണം കാണിച്ചില്ലേ? അത് നിൻ്റെ വീട്ടുകാരും നിൻ്റെ മക്കളും ആരും കണ്ടില്ല അല്ലേ? അത് കാണത്തുമില്ലായിരിക്കും. അത് കണ്ടാൽ കുഴപ്പമില്ല. ബാക്കിയുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു തെറിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ, അത് നിനക്കെതിരെ വരുന്നവർക്കെതിരെ തെറി പറഞ്ഞതാ, അത് കുഴപ്പമാണ് അല്ലേ? അഹങ്കാരം തലയ്ക്ക് ഇത്രമാത്രം പിടിക്കരുത് ഒരു മനുഷ്യന്, മനസ്സിലായില്ലേ? നീ അഡ്മിൻ ഒൺലി ആക്കി വെച്ചല്ലോ ഗ്രൂപ്പെല്ലാം കൂടെ. നീ എന്തിനാ പിരിച്ചുവിടാത്തത്? പിരിച്ചുവിട്ട് നീ എൻ്റെ വഴിക്ക് പോകത്തെന്താ? നീ പറഞ്ഞല്ലോ ഒരാൾ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ വഴിക്ക് വിടണം, അവരുടെ പുറകെ പോരുന്നു. ഇത് പറഞ്ഞേച്ച് നീ എന്തോ ചെയ്തത്? നീ ലൈവിൽ പിന്നെയും വന്നിരുന്ന് പറഞ്ഞല്ലോ നിന്റെ ലൈവിൽ ആരും വരണമെന്നില്ല, നിന്റെ ലൈവ് ബോറടിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ആ എല്ലാവരും ബോറടിച്ചിട്ടാണ് ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ പറഞ്ഞത് ഞാൻ കണ്ടു. നീ കണ്ടില്ലെന്ന് വിചാരിച്ചോ? അതൊക്കെ കണ്ടു. ഒരാളുടെ വഴിക്ക് അവരുടെ ഇഷ്ടത്തിന് അവരങ്ങ് പൊക്കഴിഞ്ഞാൽ അവരെ ആ വഴിക്ക് വിടണമെന്ന് പറയുന്ന നീ തന്നെ പിന്നെ അവരെ പുറകെ വലിഞ്ഞു നിന്ന് നീ അവരെ ആവശ്യമില്ലാത്ത പറയുന്നത്. അതെന്ത് സ്വഭാവമാണ് നിനക്ക്? അപ്പോൾ നിനക്ക് എന്തു ആവാം, ബാക്കിയുള്ളവരൊന്നും പറയത്തില്ല അല്ലേ? ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, ഈ വഴിക്ക് നീ ഇനി വരണ്ട. നീ നേരെ പോയി നിന്റെ വഴി അതാ, സ്വോത്രമിനിയുടെ ലൈവാ, പിന്നെ ഇൻബോക്സ് അതാ നിന്റെ വഴി. നേരെ അങ്ങോട്ട് പോക്കോ. ഇങ്ങോട്ട് ന്യായം വിടാനായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. നീ തുണി ഉടുക്കാതെയോ 2 പീസിലോ 3 പീസിലോ സാരിയിലോ എങ്ങനെ തുള്ളിക്കോ, നോ പ്രോബ്ലം. അത് നിന്റെ ഇഷ്ടമാണ്. നീ പറഞ്ഞല്ലോ നിന്റെ ഇഷ്ടം, നിന്റെ ചാനൽ, നിന്റെ പൈസ, നിന്റെ നെറ്റ്, ഓക്കെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഇനി നിന്റെ വഴിക്കില്ല. ഓക്കെ, ഇമാതിരി പോക്കറ്റിത്തരം മനുഷ്യരോട് കാണിക്കരുത് കേട്ടോ. കൂടെ നിൽക്കുന്നവരെ ഒരുമാതിരി മുഖത്തടിക്കുന്ന പരിപാടി അത്ര നല്ലതല്ല, മനസ്സിലായോ? ഓക്കെ, എടി ഒരു കാര്യം നീ മനസ്സിലാക്കുക, നിന്നെ എടീന്ന് വിളിക്കലെന്നല്ലേ? എടി തീയേ, നീ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതെങ്കിലും വേണമായിരുന്നു. നന്ദിയില്ലാത്ത നായാകരുതായിരുന്നു കേട്ടോ, മനസ്സിലായോ? നിനക്ക് വേണ്ടി, അതാ പിന്നെയും പറയുന്നത്, നിനക്ക് വേണ്ടി നാട്ടിൽ കിടന്ന അറുവാണിച്ചികളായിട്ടുള്ള റാണി പി സദാശിവനും മറ്റേ പശുമതി എന്ന് നീ പറയുന്ന മിനി സെബാസ്റ്റ്യനും ഒക്കെ വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ അവൾ ആവശ്യമില്ലാത്ത പറയുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്ത് എന്തുമാത്രം കാര്യം പറഞ്ഞടി. നിനക്ക് ആ നന്ദി ഉണ്ടെങ്കിൽ നീ ഈ തരവഴിത്തരം കാണിക്കുമോ? ഈ തന്തയില്ലാത്തരം നീ കാണിക്കുമോ? കാണിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നന്ദിയുള്ള നായായിരിക്കണം ഇനിയുള്ളവർക്കെങ്കിലും, ഇനി കൂടാതെ ഇപ്പം നിൽക്കുന്നവർക്കെങ്കിലും കേട്ടോ. നന്ദിയുള്ള നായായിരിക്കണം. ഉണ്ട ചോറിന് നന്ദി കാണിക്കാമെന്ന് മലയാളത്തിൽ പറയും, മനസ്സിലായോ? അത് നിനക്കില്ലാതെ പോയി. നീ തുടക്കത്തിൽ എന്തായിരുന്നെന്നും ഇപ്പം നീ എന്താണെന്നുള്ളതും നല്ലപോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് മാത്രമല്ല തലവേദന വരുന്നത്, നിനക്ക് മാത്രമല്ല കണ്ണുനീരുള്ളത്, നിനക്ക് മാത്രമല്ല ഒഴുക്കുള്ളത്, എല്ലാവർക്കും വരും. സങ്കടവും സന്തോഷവും സന്താപവും വികാരവും വിചാരവും ഒക്കെ ഉള്ള പച്ച മനുഷ്യരാണ് ഞാനും ഈ ഭൂലോകത്തുള്ള മറ്റുള്ള മനുഷ്യരും. നീ മാത്രമല്ല ഇതെല്ലാം ഉള്ളത് കേട്ടോ. അതാദ്യം നല്ലപോലെ മനസ്സിലാക്കുക കേട്ടോ. നിനക്ക് വേണ്ടി വീഡിയോയുടെ അടിയിൽ കമൻ്റ് എഴുതിയും നിനക്ക് വേണ്ടി നിന്റെ ഷോർട്സിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി സമയം കളഞ്ഞല്ലോ എന്ന് ഓർത്തിപ്പോൾ സങ്കടം തോന്നുക. അബദ്ധമായി പോയെന്ന് ഇപ്പം മനസ്സിലായി. നീ എങ്ങനെയോ നിന്റെ വഴിക്ക് നീ ജീവിച്ചോ, അതൊക്കെ നിന്റെ ഇഷ്ടമാണ് കേട്ടോ. എടി ഇതിയേ, നീ കേട്ടോ. അപ്പോൾ നിന്നെ ഇനി താങ്ങാനും നിന്റെ കീഴയും ഇനി വരുമെന്ന് വിചാരിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പൊക്കോ, നേരെ മുന്നോട്ട് പോയിക്കോ കേട്ടോ. നിന്റെ കൂടെ എന്നും ആര് കാണുമെന്നറിയാവോ? ഒറ്റ ഒരാൾ കാണും, സ്തോത്രം മിനി ജോയി എന്ന സ്തോത്രം മിനി മാത്രം കാണും. അവൾ മതിയല്ലോ നിനക്ക്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോ. ഓക്കെ, ലേശമെങ്കിലും ഉളുപ്പ് വേണം കേട്ടോ മനുഷ്യനായാലേ. നീയേ നിന്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എടുത്തൊന്ന് നോക്കടി, അന്നേരം നിനക്ക് മനസ്സിലാവും. സിനി ചേച്ചി ഞങ്ങൾ കണ്ട് ബാക്കിയുണ്ട്. ഈ ചേച്ചിയൊക്കെ പിന്നെ വന്നതല്ലേ. സിനി ചേച്ചി ഞാനും ഒക്കെ എന്തുമാത്രം കമൻറ്റ് നിനക്ക് വേണ്ടി അവിടെ എഴുതിയിട്ടുണ്ടെന്നും ബാക്കിയുള്ള അറുവാണികളുടെയൊക്കെ വായിരിക്കുന്ന എന്തുമാത്രം തെറി ഞങ്ങൾ കേട്ടെന്നുള്ളത് നീ ഒന്ന് നോക്ക്. ആദ്യം മുതൽ കണ്ണ് തുറന്ന് നോക്കടി, കണ്ണ് തുറന്ന് നോക്ക്. നീ 3 മണിക്കൂർ കുളിക്കുമെന്ന് പറഞ്ഞല്ലോ. നീ 3 മണിക്കൂർ കുളിച്ചാലും നിന്റെ കണ്ണ് കഴുകത്തില്ല അല്ലയോ? നല്ലപോലെ കണ്ണൊന്ന് കഴുകിയിട്ട് നല്ലപോലെ നീ ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. നിനക്ക് വേണ്ടി എത്രമാത്രം തെറി ഞങ്ങൾ കേട്ടെന്ന്. നന്ദിയില്ലാത്ത തായേ, നീ അത് ഓർത്തോ? മിനിയെന്ന് പറയുന്നവൾ അവിടെ വന്ന് സോപ്പിട്ട് 2-3 കമൻറ്റ് അവിടെ നല്ല രീതിയിൽ എസ് എഴുതിയിടും. ഒരു പുല്ലെന്നെങ്കിലും ഒരു വാക്ക് അവൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. കാരണം അവൾക്കറിയാം അവളെ തെറി വിളിക്കുമെന്ന്. പക്ഷേ ഞങ്ങൾ അത് വിചാരിച്ചില്ല. അതിൻ്റെ അപ്പുറം ഞങ്ങൾ പറയേണ്ടവരെ നല്ല രീതിയിൽ തിരിച്ചും പറഞ്ഞു. അതിന് തെറിയും വായിച്ച് ഞങ്ങൾ ആവശ്യമില്ലാത്തത് അന്തയ്ക്ക് വിളിയും കേട്ട് ഞങ്ങൾ ആവശ്യമില്ലാത്തത് ഞങ്ങൾ വ്യഭിചാരിയും ഞങ്ങൾ പെണ്ണുപിടിക്കാരനും ഒക്കെ ആയി ആ രീതിയിൽ ഞങ്ങളെ ചിത്രീകരിച്ചപ്പോഴും ഞങ്ങൾ നിൻ്റെ കൂടെ പിടിച്ചു നിന്നു.
അതിന് നീ തന്നതാണ് ഈ നല്ല സമ്മാനം. ഓക്കെ, അത് നല്ലപോലെ ഒന്ന് ഓർത്ത് നോക്ക് കേട്ടോ. ആദ്യം പോലുള്ള നിൻ്റെ വീഡിയോ എടുത്ത് നോക്ക്. എൻ്റെ കമൻ്റ് അവിടെ കാണാൻ വഴിയില്ല നിൻ്റെ ഷോർട്സിൽ, പക്ഷേ ബാക്കിയുള്ള നിൻ്റെ വീഡിയോയുടെ അടിയിലെല്ലാം നീ നല്ലപോലെ കണ്ണു തുറന്ന് നോക്കടി. നിനക്ക് വേണ്ടി എന്തുമാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് സിനി ചേച്ചിയൊക്കെ നല്ലപോലെ ഒന്ന് നോക്ക് കേട്ടോ. അതാ ഞാൻ ഒരു വാക്ക് പറഞ്ഞ്, ഉണ്ട ചോറിന് നന്ദി വേണമെന്ന്. അതില്ലാതെ ആയിപ്പോയി. വഴിയോരത്തുള്ള നായ്ക്കൊക്കെ പിന്നെ നന്ദി കാണും. അത് ഒരു നേരത്തെ ആഹാരം കൊടുത്ത് അത് ഒരു നേരമെങ്കിലും വാലാട്ടി കാണിക്കും. നീ അത് ചെയ്തില്ല. നിനക്ക് കണ്ണ് മഞ്ഞളിച്ച് പോയി. നിനക്ക് 7.6K ആയപ്പോഴത്തേന് നിന്റെ കണ്ണിൽ ഇരുട്ട് കയറി അല്ലേടി അഹങ്കാരി. നിന്നെയൊക്കെ ആ പ്രസാദ് എന്ന് പറയുന്നവനെങ്ങാനും നിന്നെ കെട്ടിയായിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം കുട്ടിച്ചോറായി പോയനെ. അവൻ രക്ഷപ്പെട്ടു നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പറയും. അഹങ്കാരി. പൊക്കോ, പോയ വഴിക്ക് പൊക്കോ. ഇനി എൻ്റെ ഏഴയിലത്ത് നിന്റെ നെഴല് വെട്ടത്ത് പോലും ഞാനും വരില്ല, നീയും വന്നേക്കരുത്. പൊക്കോ കേട്ടോ, മിനിയും കൂട്ടി പൊക്കോ. നിങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിന് സംസാരിക്കാനൊന്നല്ല ഞാനിത് വിളിച്ചതോ അല്ലെങ്കിൽ പറഞ്ഞതോ ഒന്നിനും അല്ല. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു മോഡറേറ്റർ എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് എനിക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ വായിലുള്ള ഈ ഉള്ള ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വരാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. ഓരോരുടെ സ്വഭാവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മറ്റുള്ളവരെ വന്നിട്ട് എന്താ പറയാ നാട്ടുകാരെ ആവശ്യമില്ലാത്ത വാക്കുകൾ വിളിക്കാൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അപ്പുവിൻ്റെ അടുത്ത് ഞാനും അപ്പുവും എന്തെങ്കിലും പ്രശ്നം കൊണ്ട് തെറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ അവിടെ പോയി പറയുമല്ലോ. ഞാൻ എത്ര ആൾക്കാരെ വായിന്ന് കേൾക്കുന്നുണ്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ട്. ഇതൊക്കെയാണ് ഒരു നന്ദിയില്ലാത്ത തരം എന്ന് പറയുന്നത്. അയ്യേ, നിങ്ങളൊക്കെ ഇത്ര ചീപ്പായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും ഇതുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ആ മോഡറേറ്റർ ഒന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞാനൊന്ന് ലൈവ് ഇടാം. ആ ലൈവിൽ ഒന്ന് വന്നിട്ട് ഒരു ഹായിന്നോ ഒരു സ്മൈലിയോ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. അതിട്ട് കഴിഞ്ഞാൽ ആ മോഡറേറ്റർ റിമൂവ് ചെയ്യാം. അപ്പോ എന്താ പറയാ, എനിക്കിതിൽ കുറച്ച് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി ഭയങ്കര ലെങ്താണ്, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇതിൽ പറയാൻ വിട്ട കാര്യം, ഞാനിപ്പോ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇവരെനിക്ക് ഇങ്ങനെ പേഴ്സണൽ ചാറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെന്റെ നമ്പർ ഇങ്ങനെ എടുത്തിട്ട് എന്നെ വിളിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇതുവരെ അപ്പൂസിനോടോ കുഞ്ചൂസിനോടോ പോലും പറഞ്ഞിട്ടില്ല. കാരണം അവർ അവരുടേതായിട്ടുള്ള തിരക്കുകളിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരിൽ കാണുമല്ലോ. നേരിൽ പോയി കാണുന്ന സമയത്ത് നമുക്ക് പറയാം, കാണിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇത് അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ ഇവരൊക്കെയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ നമ്മുടെ നമ്പർ എടുത്തിട്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നൊന്നും അപ്പൂനും കുഞ്ചൂസിനും അറിയില്ല കേട്ടോ. എല്ലാം ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് ഇവർ അറിയുക. എന്തായാലും ഓക്കെ, എന്താ പറയാ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൂടി എനിക്ക് ഉൾപ്പെടുത്തണം തോന്നി, അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയത്. കാരണം ഇതില് അവർക്ക് അയ്യോ വിചാരിക്കണം, അപ്പൊ ചേച്ചി എന്തിനാ ചേച്ചി ആവശ്യമില്ലാത്ത ജോലിയൊക്കെ തുടങ്ങിയെന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചു, വേറെ പറഞ്ഞിട്ട് കാര്യം. ഞാൻ എന്തായാലും നമുക്ക് പോകുമല്ലോ, പോകുന്ന സമയത്ത് നമുക്ക് നേരിട്ട് മൊബൈൽ കാണിക്കാം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ അങ്ങനെ സംസാരിക്കാൻ സമയമില്ല, കാരണം അവർ അവരുടേതായിട്ടുള്ള ബിസിയാണ്. നമ്മൾ ഒരാളുടെ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയക്കും, സുഖമാണോ എന്താണ് ഏതാണെന്ന് ചോദിച്ചൊരു മെസ്സേജ് അയക്കും. അവരും അവരുടേതായിട്ടുള്ള ഓട്ടങ്ങളിലും അങ്ങനെയും പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓട്ടങ്ങളിൽ ഇങ്ങനെയും പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് കരുതി അങ്ങനെ പറയാതിരുന്നതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതുകൂടെ എനിക്ക് പറയണമോ, നിങ്ങൾ ഇത്രയും നേരം ഞാൻ വെച്ച വോയിസ് കേട്ടിട്ടുണ്ടല്ലോ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അയാളെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരാൾക്കാർക്കാണ് ഈ ഒരു മെസ്സേജ് വരികയോ ഈ ഒരു കാര്യം അയാൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി അല്ലേ. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഇതിൽ ഞാൻ ആരായാലും ഞാൻ അങ്ങനെ അപ്പൊ നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദിയില്ലാത്ത നായ, അത് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടല്ലോ. അതായത് ഇയാൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ആരെ കണ്ടിട്ടുള്ള യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളെ ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യുന്നു, ഇഷ്ടമില്ലാത്തവർ സപ്പോർട്ട് ചെയ്യണ്ട. അത് ഞാൻ പല പ്രാവശ്യം. പിന്നെ നമ്മളുടെ ഇതിൽ വരുന്ന ബാഡ് കമന്റ്, അതായത് ഈ വേറെ ഏത് ചാനലിൽ നിന്നും അവരുടെ ആൾക്കാർ ആരെങ്കിലും വന്ന് ഇവിടെ കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കണം എന്ന് ഞാൻ പറയാറില്ല. കാരണം അത് എൻ്റെ ഇതിൽ വരുന്ന സമയത്ത് എനിക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കാം, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അത് ബാഡ് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിയാക്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുക. ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാവരുടെ ലൈവിൽ വരുമ്പോൾ കൂടെ പറയുന്ന കാര്യം എന്താണ്, ബാഡ് മെസ്സേജോ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതിന് ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു പറയാൻ അറിയാം. അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ തിരിച്ചു പറയും. ഇവരുടെ രീതിയിലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അത് നമ്മുടെ ഇതിന് പറ്റിയ ഒരു ഇതല്ലാത്തതുകൊണ്ട് എൻ്റെ രീതിയിൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും അല്ലേ.
അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്, അതായത് കൂടെ ഉണ്ടായിരുന്നു, അതായത് ഇപ്പോ അമലൻ, അതായത് അപ്പൂസും കുഞ്ഞൂസും കൂടെ ചാനൽ അവിടെ പോയി തുടങ്ങി, അവർ പറഞ്ഞു നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആ സപ്പോർട്ട് ചെയ്ത ആളിൽ ഒരാളായിട്ട് ഞാനും സപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് ഇത്രയും നന്ദിയില്ലെന്ന് നീ കാണിക്കരുത്. ഞാൻ ഒരിക്കലും എവിടെയും, ഇപ്പോഴല്ലേ നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയിരിക്കുന്നത്, ഇതിന് മുന്നേ ശരി ഞാൻ വന്ന വഴി എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വാക്കുകൊണ്ട് പോലും, അതൊക്കെയാണ് ഞാൻ പറയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ കുറെ വാരിപ്പൊരി കൊടുക്കുന്നതല്ല, സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിലൂടെ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഞാൻ എന്നോട് എപ്പോഴും പറയാറില്ലേ, ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ കാണാതെ കഥ, അവരൊക്കെ എന്നെ ടിക്ടോക്കിൽ നിന്ന് ഞാൻ ആക്റ്റീവായിട്ട് അന്ന് തൊട്ടിട്ട് എന്താ പറയുക പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഏതൊരു ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളെ ആരെയും വിശ്വസിക്കാതെ നിങ്ങൾ ആരും തിരഞ്ഞെടുക്കരുതെന്ന് മാറും. ഇത് ഫ്രണ്ട്ഷിപ്പായിട്ടും ഞാൻ പോയിട്ടില്ല, തിരഞ്ഞെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടാവും. അതിൽ വന്നിട്ട് എന്താ പറയാ, ഇന്ന ആള് കല്യാണം കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, എനിക്ക് അയാളുടെ പേര് പറയാനില്ല, കാരണം ഇത് അവർക്ക് വേറെ വേണ്ട, ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാതിരിക്കുന്നത്. മാട്രിമോണി വഴി പരിചയപ്പെട്ട ഒരു വ്യക്തി, അവരുടെ കല്യാണം കഴിക്കാതെ നന്നായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കാതിരിക്കണോ എന്നുള്ളതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഇതിലൊന്നും ആരും ഇടപെടാനോ ആരെന്ത് പറഞ്ഞാലും ഞാൻ എനിക്ക് എന്ത് തോന്നുന്നോ അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇയാൾ പറഞ്ഞ കാര്യം ഇതാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, അവർ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറെ പേര് സപ്പോർട്ട് ചെയ്തു, ഞാനും ഒരാളെ സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് അങ്ങ് എടുത്തു കളയും. ഇയാളിപ്പോ സപ്പോർട്ട് ചെയ്യും വെച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇയാളുടെ ഈ സ്വഭാവത്തിൽ ഞാൻ അയാളെ ഹൈഡ് ചെയ്ത് വെക്കുകയേ ചെയ്തുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് നമ്മൾ ഈ മനസ്സിൽ ഫുള്ള വിഷവും ഇത്രയും ഇതായുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ടാതിരിക്കുക, കാരണം നമുക്ക് നല്ലതല്ല. നമ്മുടെ മുന്നോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, അത് വളരെ മോശമായിട്ടേ പോകത്തുള്ളൂ. നല്ല മനസ്സുള്ള ആളുകളുടെ കൂടെ നമ്മൾ പഴകി കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ഇങ്ങനെയുള്ള വിഷങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞു കാണിക്കുക എന്ന് പറയില്ലേ, ആ ഒരു പറഞ്ഞു കാണിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇവരുടെ നിന്നൊക്കെ എനിക്ക് ഭാഗ്യം, ഞാനൊക്കെ നാട്ടിലോട്ടൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്ന് ചില ആൾക്കാരൊക്കെ കാണുന്നൊക്കെ വിചാരിച്ചതാണ്. അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു ചോക്ലേറ്റ് ഇവരെ കൈയോട് വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതല്ല അതിന്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ടാവും. അതിന് മുന്നേ തന്നെ ദൈവമായിട്ട്, അതായത് ഇതിന് ഞാൻ ഒന്നും പറഞ്ഞിട്ടല്ല ഇത്രയും പറയുന്നത്. ഞാൻ ആ മിനി ചേച്ചി, അതായത് മിനി ജോയ് എന്ന് പറഞ്ഞ ചേച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതിന് മാത്രമാണ്. ഞാൻ എൻ്റെ സബിൽ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും, കാരണം അത് എൻ്റെ മാത്രം ഇതാണ് അല്ലെ. അപ്പോൾ ആ ചേച്ചി ഞാൻ എൻ്റെ ഒരു ചേച്ചിയായിട്ടാണ് കരുതുന്നത്. അപ്പോൾ എനിക്കൊരു ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? നമുക്ക് പലരോടും ഇഷ്ടം. ഇപ്പൊ ഞാൻ പറയില്ലേ, എനിക്ക് അപ്പൂസിനോടും കുഞ്ഞൂസിനോടും എൻ്റെ അനിയനും അനിയത്തെ കാണുന്നത്, അതിനിപ്പോൾ ആരൊക്കെ മാറ്റാൻ നോക്കിയാലും എനിക്ക് പറ്റത്തില്ല. ആരെന്നോട് എന്ത് പറഞ്ഞു, എനിക്ക് അവരെ ഒരാളെ നമ്മുടെ ഉള്ളില് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് മാറ്റത്തില്ല. അത് എൻ്റെ ജീവിതകാലം ഫുള്ള് ഞാൻ അവരുമായിട്ട് പോവും. അതിന് നമ്മൾ 24 hours ഫോൺ ചെയ്ത് സംസാരിക്കണം, അല്ലെങ്കിൽ 24 മണിക്കൂറും ചാർട്ട് ചെയ്യണം എന്നുള്ള ബന്ധമല്ല. ആ ബന്ധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് വരേണ്ടത് അല്ലെ. അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്. എന്താ പറയാ, ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് 3-4 പേര് സ്വഭാവം മനസ്സിലായിട്ടോ. ബാക്കിയുള്ള അതിലാകപ്പാടെ ആ ഗ്രൂപ്പിൽ 7 പേരേ ഉള്ളൂ. ഓക്കെ, ആ 7 പേര് എന്താ പറയാ, 2 പേര് ഒട്ടും അതിൽ ആക്റ്റീവ് ഇല്ലാത്ത ആൾക്കാരാണ്, പാവം ചേച്ചിമാര്. അപ്പോൾ ഈ ഒരു 3-4 പേരും കൂടെയാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു ഇതിൽ എത്തിച്ചത്. ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇതിൽ ഞാൻ ഒരുപാട് പേരെ ആഡ് ചെയ്യണമായിരിക്കുന്നു, പക്ഷെ എന്തോ ഒരു ഇത് കണ്ട് ഞാൻ അവരും പറഞ്ഞ് ആഡ് ചെയ്യരുത്, വേണ്ട, ഗ്രൂപ്പിലോട്ട് കയറാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യാതിരുന്നു, ആഡ് ചെയ്തിട്ടുമില്ല. കാരണം ഓരോരുത്തരുടെ ഇതാണ്, കാരണം നമ്പർ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും അല്ലെ. അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ച ഒരാൾ നമ്മുടെ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, നമ്മളെ സ്നേഹിച്ച ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിലോ, ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, കോൺടാക്ട് ഉണ്ടെങ്കിലോ അത് ഞാനായിട്ട് മാത്രം മുന്നോട്ട് പോകാം. അതല്ലാതെ അതിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ട് മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം ഗ്രൂപ്പ് ഇട്ടപ്പോൾ ഇവർക്ക് അങ്ങോട്ട് പരസ്പരം നമ്പറുകൾ കൈമാറാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ അബദ്ധമായി തോന്നിയത്. ദയവേദി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക. പിന്നെ എനിക്ക് ഒന്നേ ഉള്ളൂ ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരോടും പറയാനുള്ളത്, നമ്മൾ ആരുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും ശരി, നമുക്ക് ഇഷ്ടം തോന്നി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ഇടാം. ഓക്കെ, അതല്ലാതെ ഈ ഒരു ലൈക്കും കമന്റും കൊണ്ട് ഞാനിവിടെ എന്താ 10 കോടി ഇങ്ങനെ സമ്പാദിച്ചോ, എന്താ ഞാൻ നേടിയെടുത്തത്? പിന്നെ ഞാൻ ഡെയിലി ലൈവ് വരുന്നു. ഞാൻ അത്രയും സ്നേഹിക്കും. ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ലൈവ് വരുന്നു. ഇതിന് മുന്നേ ഞാൻ ഇപ്പോഴാണ് ഇവരൊക്കെ ഇതായിട്ടുള്ളത്, കമന്റ് ഒക്കെ ഇടാവുന്ന ഇടയ്ക്കൊക്കെ ആയിട്ടാണ്. അല്ലാതെ ഒന്നും ഇവിടുന്ന് അങ്ങനെ വലിയ കമന്റ് ഇടുന്ന ആൾക്കാരൊന്നുമല്ല. അതിലും കമന്റ് ഇടുന്ന എത്രയോ ആൾക്കാർ വന്ന് പോയിട്ട് എനിക്ക് ബാഡ് കമന്റ് തോന്നി അത് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇപ്പോഴൊന്നും ഞാൻ ഒരുപാടുന്നുണ്ട്, ബാഡ് ആയിട്ടുള്ള വേർഡ്സുകൾ മാത്രമേ ഡിലീറ്റ് ചെയ്യാറുള്ളൂ. അല്ലാത്ത എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ അതിൽ കുറേ കമന്റുകൾ ഞാൻ അതിൽ വെച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യം ഇല്ലെന്ന് പറയുന്നത്. അതേപോലെ തന്നെ
ആരെങ്കിലും ഇപ്പൊ നമ്മളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു പറഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നിട്ട് അവരെ അങ്ങനെ ഇങ്ങനെ വിളിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും വോയിസ് അല്ലെ. ആരോടും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ ബാഡായിട്ട് സംസാരിക്കുന്ന കാര്യം, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരോടും പറഞ്ഞിട്ടുള്ളത്, അയ്യോ നിങ്ങൾ ആരും ബാഡായിട്ട് ആരും സംസാരിക്കാൻ നിൽക്കണ്ട, അത് വേണ്ട, എന്തിനാ വെറുതെ നമ്മൾ ഇതാക്കാൻ നിൽക്കുന്നത്, നല്ല രീതിയിൽ സംസാരിക്കുക, അത് മനസ്സിലാക്കുന്നത് മനസ്സിലാകട്ടെ, പോടുന്നത് പോട്ടെ. അത് അയാൾ തന്നെ പറയുന്നുണ്ട്, ഷാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമല്ല. അത് നമ്മുടെ എതിരെ ആയാലും നമ്മുടെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇത്ര മാസം, ഇതിന് മുന്നേ ഞാൻ ലൈവ് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോഴൊന്നും ഇന്ന ആളോ ഇവരൊന്നും വന്നിട്ടോ ആരെങ്കിലും വന്നത് എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഇപ്പൊ ഒരാള് 4 പേര് നമ്മുടെ ലൈവിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും സംഭവിക്കുമോ, നമ്മുടെ ലൈവിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നുമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ തൂക്കി കളയുന്നത് തന്നെ ഏറ്റവും നല്ലത്. കാരണം അത് അത്ര നല്ലൊരു കാര്യം. നിങ്ങൾക്ക് അവർ ആ ഒരു സംസാരം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, അയാൾ നമ്മുടെ ഇതിലിട്ടിട്ടുള്ള ID കണ്ടില്ലേ, ആ IDയും അയാളുടെ ഫോട്ടോ ഒക്കെയാണ് ഞാനവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സൂക്ഷിക്കുക. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞ പോലെ കുഞ്ഞൂസിനെയും അപ്പൂസിനെയും വീഡിയോ ചെയ്ത ശേഷമാണ് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാൻ തുടങ്ങിയത് അല്ലെ. അത് ഞാൻ സഹിച്ചു. ഞാൻ ഇതിന് പറഞ്ഞിട്ട് അയ്യോ നോക്ക് നിങ്ങൾ കാരണമല്ലേ ഞാൻ ഇത്രയും നെഗറ്റീവ്സ് കേൾക്കാൻ പോയി. എനിക്ക് അവരുടെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് അവരെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവർ എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ചെയ്യും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. അതിൽ മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവരോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? അല്ലെങ്കിൽ ദേഷ്യപ്പെടുമോ? നമ്മൾ യഥാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് കാണിക്കില്ല. അതൊക്കെയാണ് ഒരു മനുഷ്യരുടെ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ കുറേ ഒരു ഇതുണ്ടല്ലോ, ഈ സന്തോഷം എന്നാൾ പറഞ്ഞത്, അതൊന്നും അല്ല ഒരു ഇതെന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കേട്ടാലോ, ഒരു എന്താ പറയുക, നായി ഒരു നേരം ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നായി ബാലായിട്ട് നമ്മുടെ പിന്നാലെ വരും. അതിനൊന്നും എക്സാമ്പിൾ ഒന്നും വേണം. നമ്മുടെ വീട്ടിലുള്ള ആ അണ്ണാകുഞ്ഞി മതി. ആ കുട്ടി നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്നേഹിക്കുന്നതിനെ അറിയാം. നമ്മൾ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെ കുറച്ചു നേരം കാണാതായാലോ കെട്ടി നോക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതാണ് ചില നിങ്ങളെ പോലുള്ള ആൾക്കാർക്കുള്ള സ്നേഹത്തിനെക്കാട്ടും ഉണ്ട്. നിങ്ങൾ പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയാൻ കേട്ടോ. നിങ്ങൾ എന്നെ അങ്ങോട്ട് എന്തോ വലിയ ഇത് എനിക്കൊരു 10 കോടി എൻ്റെ പേരിൽ എഴുത്തൊന്നൊക്കെയാണ് നിങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഇത്രയും തരം താഴ്ന്ന നിങ്ങളുടെ ഈ സംസാര രീതിയിൽ നിങ്ങളുടെ കൂടെയൊക്കെ പെട്ടെന്ന് ദൈവം മോളെ അല്ലെങ്കിൽ നീ ഒതുക്കിക്കോ അല്ലെങ്കിൽ ആ മേച്ചേച്ചിക്ക് അങ്ങനെ ഒരു സംഭവം കാണിക്കാനും സംഭവം പറയാനും തോന്നിച്ചത് ദൈവം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു വീഡിയോയെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ഇതിന്റെ വേറെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമന്റിലൂടെ ചോദിക്കാം, പറയാം. അതിന്റെ അടുത്തത് ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ലൈവിലൂടെ ഒരുപാട് ലെങ്ത് ആവുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആരെ വിശ്വസിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ചേർത്ത് പിടിക്കും. ഇപ്പോൾ ഇന്നൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഒന്നും വിഷയമായിട്ട് എടുക്കേണ്ട തീയ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, എന്തിനാണ് അങ്ങനെ വിഷമിക്കൊന്നും ചെയ്യേണ്ട. ഒരാൾ പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാവരും തെറ്റുകാരാവില്ല, അത് സത്യമാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ തെറ്റുകാരാവത്തില്ല. നമ്മൾ ഇനിയും ഉയർന്ന് മുന്നോട്ട് പോകത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ ചേർത്ത് പിടിക്കാൻ ഇപ്പോഴും ഒരുപാട് പേരുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 4 പേരെ ഞാൻ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞ് ഇനി അവരുടെ സഹവാസമേ നമുക്ക് വേണ്ട, അതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ കമന്റ് വഴി അറിയിക്കാം. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ടാറ്റാ, ലവ് യു സെലിബ്രിറ്റീസ്.